അപ്പൊ ഞാനുള്ളത് അബുദാബിയിലാണ്. WMC അവരുടെ ഒരു പ്രോഗ്രാം നടക്കാണ്. അപ്പം WMC വനിതാ വിങ് സെക്രട്ടറിയോട് ചോദിക്കുക എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അനിത, തീർച്ചയായിട്ടും അനിതയുടെ ഈ ചോദ്യം. ഇന്നത്തെ ഒരു ദിവസം എല്ലാവരും WMC മെമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതീവ സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ചേച്ചിയുടെ ജന്മദിന ആഘോഷം ഇവിടെ വെച്ച് നടത്താൻ പറ്റുന്നതിലും ചേച്ചി ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് അതിലും വലിയ സന്തോഷമാണ്. ഇന്ന് വന്നതിൽ ഈ വന്ന എല്ലാ അംഗങ്ങളും ചേച്ചിയെ മനസ്സ് തുറന്ന് ഈ വേദിയിലേക്ക് സ്വീകരിക്കുകയാണ്. വന്നതിൽ അതിലും വളരെയധികം സന്തോഷം. ഈ ആഘോഷത്തെ എങ്ങനെ കാണുന്നു? ഈ ആഘോഷം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പ്രവാസികളാണ്. ഇങ്ങനെ ഒരു വേദി ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. വളരെ സന്തോഷം. താങ്ക് യു. It is very great honor. Auntie Vandana is very big. We all are happy. Even youth, all of us, Malayali Council behalf also, we all are like happy and excited to celebrate a birthday with her. And thanks to our president Mary Auntie and everyone that invited her for us all to experience and to spend time with them. It's a great honor as being a born here kid, to see a film industry and I get to see eye to eye. And it's nalla sandoshund. Thank you. Actually, it's the first time. Yeah. How you feel? Oh, she's like a family member. It's like so close, like amma, like mother feeling. It's so sweet. We don't feel like nammaloru like adutha like family members pole. So I think it's a great honor. It's very nice. ഹാപ്പി ബർത്ത്ഡേ ശ്രീലത ചേച്ചി. ഞാൻ ഖത്തറിൽ നിന്ന് വന്നതാണ്. ഖത്തറിലാണ്. ഇങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചേച്ചിയെ കാണാനും പരിചയപ്പെടാനും. കണ്ടു കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞ പോലെ ഇത് ആദ്യമായിട്ട് കാണുന്നതാണോന്നോ എനിക്കൊരു ഫീലിംഗും തോന്നില്ല. നമ്മുടെ സെയിം ഫാമിലി മെമ്പറിൻ്റെ ഫീലിംഗാണ് എനിക്കുണ്ടായിരുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കുറേ അധികം പിക്ചർ ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ. എല്ലാം വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആയിരുന്നു. എല്ലാം നല്ല റോളുകളായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും എല്ലാവിധ സൗഭാഗ്യങ്ങളും നേരുന്നു. ഓക്കെ. ഹലോ ചേച്ചി, ആദ്യം ഞാൻ വിഷ് ചെയ്യട്ടെ ചേച്ചിനെ. ഹാപ്പി ബർത്ത്ഡേ ടു ചേച്ചി. കാരണം ചേച്ചിനെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മറിയാം ചേച്ചിയുടെ എന്നെ ക്ഷണിച്ചിട്ട് വന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. ചേച്ചിനെ പറ്റി പറയാൻ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും, മലയാളികളായ എല്ലാവർക്കും അറിയുന്നതാണ്. കോമഡിയനായിട്ടും മഡ്രുബാസി ചേട്ടനായിട്ടൊക്കെ അഭിനയിച്ചുള്ള പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ട് രസിച്ചുള്ളതാണ്. എന്തായാലും ചേച്ചീനെ ഇപ്പോൾ കണ്ടാൽ ചേച്ചിയുടെ ഈ പ്രായമൊന്നും 76 വയസ്സൊന്നും പറഞ്ഞിട്ട് ഇതാക്കണ്ട. ഒരു 55 വയസ്സ് അതാണ് ഞങ്ങൾ ഇതാക്കുന്നത്. ചേച്ചിക്ക് എല്ലാവിധ ഞങ്ങളുടെ വീട്ടിലെ ഒരുമിച്ച് എല്ലാവരോടും കൂടി ചേച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, സ്വീറ്റ്സൊക്കെ കഴിച്ചു. ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ഹാപ്പി ബർത്ത്ഡേ ടു ചേച്ചി. ഗോഡ് ബ്ലെസ് യു ചേച്ചി. ഓക്കെ. വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു ചേച്ചിയോ അമ്മ എങ്ങനെ ഞാൻ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ചേച്ചി എന്ന് വിളിച്ചാൽ മതി. ബിക്കോസ് യുവർ ഏജ് says that you are chechi only to me. So very very happy birthday to you, ma'am. So we are very happy that we've all got together ഇവിടെ Mary Auntie വീട്ടിൽ. Thank you again auntie for inviting all of us. And I was so lucky to even get mummy over because mummy has come from Doha. And I just told her once, ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്, നിങ്ങൾ വരുന്നുണ്ട്, മമ്മി വരാമോ? Without thinking twice she said yes, I'm going to be there. അപ്പോൾ the way we all met each other, നമ്മൾ എല്ലാവരും കൂടെ കഴിച്ചു, ഭക്ഷണം കഴിച്ചു, ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു, എല്ലാം കൂടെ ആയിട്ട് it's a privilege for me as a founder of Sugar Candy Events also to be there and celebrating this occasion with you. Thank you so much. Thank you so much. ശ്രീലത ചേച്ചി എന്ന് പറഞ്ഞൊരു സ്നേഹമായിട്ട് ഇങ്ങനെയൊന്നും ഞങ്ങൾക്ക് കാണാനും നമ്മുടെ നടുക്ക് ഇങ്ങനെ അടുത്ത് കിട്ടിയതും ഒക്കെ ഞങ്ങൾ അബുദാബി വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുക. കാരണം എനിക്ക് ഈ ചെറിയ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പേർക്കേ വരാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അന്ന് അവർക്കൊന്നും ഓഫീസിൽ നിന്ന് വരാൻ പറ്റാഞ്ഞതുകൊണ്ട് കുറച്ച് പേർക്കേ വരാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇനിയിപ്പോൾ ഫോട്ടോ കാണുമ്പോൾ സങ്കടം പറയും, വരേണ്ടതായിരുന്നല്ലോ എന്ന് വിചാരിക്കും. എന്തായാലും ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷമാണ് ഇങ്ങനെ ഞങ്ങളുടെ നടുക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിയത്. കാരണം 100-300 ഫിലിമൊക്കെ ആക്ട് ചെയ്യുക പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. നമ്മൾ എത്ര വയസ്സാണ്? 15 വയസ്സല്ലേ? 3 വയസ്സല്ലല്ലോ, 15 വയസ്സ് തൊട്ട് ആക്ട് ചെയ്ത് തുടങ്ങി. ഇത്രയും കാലം അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തു. ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് അതിനേക്കാളും കൂടുതൽ ശക്തിയോടെ സീരിയലിലും എല്ലാത്തിലും കൂടുതൽ, കാരണം ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേരൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാവരും കുറേ നല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നല്ല
താരം. നല്ല അത് ചേച്ചി എന്ന് ബിന്ദു പറഞ്ഞ പോലെ ചേച്ചിയാണോ അമ്മയാണോ എല്ലാവർക്കും ഓരോരോ, കാരണം ഓരോ റോളുകളിൽ വരുമ്പം അത് എൻ്റെ വീട്ടിലെ ഒരു താരമാണ്, എൻ്റെ വീട്ടിലെ ഒരു അംഗമാണ് എന്ന് തോന്നത്തക്ക രീതിയിലാണല്ലോ ആ അഭിനയം എല്ലാം വരുന്നത്. ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല അഭിനയിക്കുക എന്നുള്ളത്. പണ്ടൊക്കെ കുഞ്ഞിലെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഡാൻസുകൾ കാണാനായിട്ട് ഒത്തിരി ഡാൻസ് ഇല്ലേ, ഷീലമാമൊക്കെ ആയിട്ട് ഒത്തിരി ഡാൻസ്. അപ്പോൾ അതെല്ലാം കണ്ട് ഒരു പ്രതീക്ഷ, ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരിക്കലും എനിക്ക് അവാർഡ് തന്നു, അന്ന് സ്റ്റേജിൽ വെച്ചിട്ട് നമുക്ക് അധികം ഒന്നും സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ കാണാൻ ഈ മോള് ഒത്തിവിടെ വരാൻ പറ്റിയത്, ഇതേളെ കൊച്ചു മോളല്ലേ? അതെ അതെ. മോള് ഇപ്പം അബുദാബിയിലുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ മോളെ ഷാജി, താങ്ക് യു വെരി മച്ച്. ഷാജിക്ക് ഞങ്ങളുടെ വകയായിട്ടുള്ള അബുദാബി വേൾഡ് മലയാളി കൗൺസിലിൻ്റെ വകയായിട്ടുള്ള സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ആശംസകളും. നമ്മൾ ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഒരുമിച്ച് ചേരാനും ഒരു ചെറിയൊരു കുറച്ച് സമയം നന്നായിട്ട് സന്തോഷമായിട്ട് ചിലവാക്കാനും പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഇനിയും നമ്മളുടെ ഈ കൂട്ടായ്മ, ഈ ബന്ധം കണ്ടിന്യൂ ചെയ്യട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അത് കണ്ടിന്യൂ ചെയ്യട്ടെ എന്നൊരു വിഷുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും. അതുപോലെ ഞങ്ങളുടെ ബിൻമുസ ട്രാവൽസിൻ്റെ, ഞാൻ ബിൻമുസ ട്രാവലിൻ്റെ ഫൗണ്ടർ കം മാനേജിങ് ഡയറക്ടറാണ്. ഞങ്ങളുടെ പേരിലും ഇന്ന് എനിക്ക് അവരൊക്കെ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ വിളിച്ചായിരുന്നു, പക്ഷേ എല്ലാവർക്കും വരാൻ പറ്റുന്നില്ല, എല്ലാവർക്കും ഓഫീസുള്ളതല്ലേ. അതുകൊണ്ട് ഞങ്ങളുടെ വകയായിട്ടുള്ള ബർത്ത്ഡേ ആശംസകൾ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു നമസ്കാരം. പിന്നെ ഞാനിപ്പോൾ അബുദാബിയിൽ എനിക്ക് തോന്നുന്നു 2004 മറ്റോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതും വേൾഡ് മലയാളി. വേൾഡ് മലയാളി കൗൺസിലാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. അപ്പം ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും വരാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കിയത് ഷാജിയാണ്. അപ്പം എന്തായാലും വീണ്ടും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ മേരി കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറയണമെന്ന് എനിക്കറിയില്ല. ഇന്ന് ഇവിടെ വന്നു, എൻ്റെ ദൈവമേ, വിവിധ തരത്തിലുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചു. എല്ലാം തിന്ന് എനിക്ക് അയ്യോ കഴിച്ചു. എല്ലാം വളരെ നല്ല സ്വാദുള്ള ഭക്ഷണങ്ങൾ. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എന്നെയൊക്കെ സ്നേഹിക്കുന്ന, എൻ്റെ സിനിമകളൊക്കെ ചെറുപ്പം പോലെ കണ്ടിട്ടുള്ള ആൾക്കാർ, അവരെയൊക്കെ വീണ്ടും അങ്ങനെ സ്നേഹമുള്ളവരെ കാണുക എന്ന് വെച്ചാൽ നമുക്കൊരു സന്തോഷമല്ലേ. അതുകൊണ്ട് മാത്രമാണ്. ഭയങ്കര തിരക്കാണെങ്കിലും നമ്മൾ അവിടെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ പോയി ഇവിടെ പോയി എന്നാലും വേണ്ടിയില്ല, അബുദാബി വരണം, നിങ്ങളെയൊക്കെ കാണണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം. അത് ആ ഒരു ആഗ്രഹം സാധിച്ചു കുറേ നാളുകൾക്ക് ശേഷമാണെങ്കിൽ. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് എല്ലാവരോടും വലിയ താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഇനി നമുക്കൊരു കാര്യം ഖത്തറി വയ്ക്കാം അടുത്തത്. അല്ല, അങ്ങനെ വെക്കാൻ ഈശ്വരന് ഒരു ആയുസ് തരട്ടെ അല്ലേ, ആരോഗ്യം തരട്ടെ, ആയുസും ആരോഗ്യം ഒക്കെ തരട്ടെ. ഞങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ആശംസിക്കുന്നു. അതെ, സന്തോഷം.